സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ, അതായത് ഇന്നലെ ഡെയിലി വ്ളോഗൊന്നുമില്ല കേട്ടോ. അതായത് പാലക്കാട് പോകണമെന്ന് ഇത് കുറേ ആയി പ്ലാൻ ചെയ്യണം. ഇങ്ങനെ ഇന്നലെ രാത്രി 3 മണിക്ക് പോകണമെന്ന് ഇത് അത് നടന്നില്ല. പെരും മഴ ഒപ്പം ഉണ്ടോല്ലോ എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ ഇല്ലായിരുന്നു മഴ കൊണ്ട്. ഏതായാലും രാവിലെ ഒരു 6-6 ആയപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ പുറപ്പെട്ടു പാലക്കാട് കൊല്ലങ്കോട് ഗ്രാമം കാഴ്ചകൾ കാണാൻ. റോഡ്, അതായത് മണ്ണാർക്കാട് റോഡിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക തോൽവി. അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയാൻ ആളല്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അങ്ങനെ മണ്ണാർക്കാട് എത്തി കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഒട്ടും കോമ്പിനേഷൻ അല്ലാത്ത നല്ല അടിപൊളി മീൻ മുളകിട്ടതും പിന്നെ പൂരി. കോമ്പിനേഷൻ ശരിയല്ല, എന്നാലും സംഗതി അടിപൊളി കേട്ടോ. അങ്ങനെ അതും കഴിച്ച് നേരെ ഞാൻ വീണ്ടും പുറപ്പെട്ടു. എവിടേക്ക്? പാലക്കാട് തന്നെ അല്ല എവിടുക്ക. അങ്ങനെ കുറച്ച് എണ്ണയൊക്കെ അടിച്ച് നേരെ ഞാൻ പോയി അവിടെ എത്തി. പാലക്കാട് എത്തി. കുറച്ചൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ലൊക്കേഷൻ നോക്കി കുറച്ച് ഉള്ളേരി കൂടെ കയറിക്കാണ്ട് ഞാൻ പോണ എടുക്കാന്ന് വെച്ചാൽ നമ്മളെ ചെല്ലൻ ചേട്ടൻ്റെ ചായ കടയിക്കാം. അതായത് പാലക്കാടൻ ഗ്രാമഭംഗി എന്ന് പറഞ്ഞാൽ നല്ല പാടപ്രദേശവും നല്ല ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ എവിടെ എത്തി? നമ്മളെ ചെല്ലൻ ചേട്ടൻ്റെ ചായ കടയിലെത്തി. പെരും ബ്ലോക്ക് പറഞ്ഞാൽ പെരും ബ്ലോക്ക് അവിടെ. അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ചെല്ലൻ ചേട്ടൻ്റെ ചായ കടയിലേക്ക് ഇറങ്ങി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബൈലാറ് വലിയ തിരക്ക്. സുഹൃത്തുക്കളെ എന്താ പറയുക, അങ്ങനെ അവിടെ ശനിയായി ഞായറാഴ്ച അല്ലാത്ത ഏത് ദിവസം ആണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളും. ആ ദിവസങ്ങൾ പോകണമെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിൽ കയറി കുത്തി തിരക്കി ഏതായാലും ഒരു ചായയും കിട്ടി, ഒരു ഇന്നുവടെയും കഴിച്ച് എന്താ പറയുക. അങ്ങനെ അത് വലിയ കുഴപ്പമില്ലാന്ന് എഴുതി കുത്തിരിക്കുമ്പോഴാണ് നല്ല അടിപൊളി തേൻ, നല്ല കാട്ടുതേനാന്ന് പറഞ്ഞത്. എന്താ അറിയില്ല, അള്ളാഹു അല്ലേ. ഏതായാലും ഒരു തേൻ കുപ്പി വാങ്ങി, ചെറുതേന അത്രേ. ക്ലാസ്സിലൊക്കെ വെച്ച് ഒറിജിനലാണ് കാണിച്ചു തന്നു. അങ്ങനെ ഉച്ചയായി. ഏകദേശം ചെല്ലൻ ചേട്ടൻ ചായക്കടൻ്റെ അടുത്ത് തന്നെ ഹോംലി ഫുഡ് കിട്ടണേ നല്ല ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പെരുങ്ങോട്ടുശ്ശേരി കളം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയകാല രാജാക്കന്മാരൊക്കെ നെല്ല് കൊയ്തിട്ട് അവിടെ ഇത്ര സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു കളം. അങ്ങനെ അവിടെ അതൊക്കെ കണ്ട് ഏകദേശം മനോഹാരിതൊക്കെ ആസ്വദിച്ച് അവിടെ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇന്നലെ മരണപ്പെട്ടിട്ട് അവിടേക്ക് വല്ല കടത്തി വിട്ടില്ല ആരും കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ പോയത് എവിടെ ചോദിച്ചാൽ ചിങ്ങഞ്ചിറ അമ്പലത്തേക്ക്. നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയൻ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത് തന്നെ അവിടെ പോയി അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഏകദേശം 4:30 മണിയായിട്ട് അവിടുന്ന് നേരെ കുടിലെടുത്തേക്ക് പോയി. ഇവിടെയൊക്കെ ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും അന്ന് ഒന്ന് കയറാതിരിക്കാൻ തോന്നില്ല. അങ്ങനെ 30 രൂപ ടിക്കറ്റ് എടുത്ത് അന്ന് അവിടെ കയറി. അപ്പോൾ കുടിലെടുത്ത് പറ്റി പറയാൻ മുന്നേ ഇവിടെ ഒരാൾ ചിത്രം വരക്കുന്നു കേട്ടോ. നമ്മൾ നിന്ന് കൊടുത്ത് നമ്മൾ ഉഷാറാക്കിയിട്ട് വരച്ചില്ല, അല്ല ഫോട്ടോ കൊടുത്താൽ അങ്ങനെ ഉഷാറാക്കിയിട്ട് അങ്ങനെ ആൾ വരച്ചില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുടിലെടുത്ത് പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മാസം മുന്നേ അവിടെ വന്നപ്പോൾ നല്ല പച്ചപ്പും പരിതാപം അതിമനോഹരമായിരുന്നു. പക്ഷെ ഇന്ന് അത്ര നല്ല മനോഹരമായിട്ട് എനിക്ക് തോന്നിയില്ല. നെല്ലൊക്കെ കൊയ്യാനായിട്ട് എന്തോ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഏകദേശം 6:30 മണി 7 മണിയാണ് നേരത്തെ ഞാൻ നേരെ നാട്ടിലേക്ക് പിടിച്ചു. സുഹൃത്തുക്കളെ ഏകദേശം ഒരു 11-11:30 ആയപ്പോൾ ഞാൻ നാട്ടിലെത്തി. വണ്ടി ആയിട്ട് ഇടക്കൊന്ന് കൊട്ടിപ്പടഞ്ഞു, എനിക്കൊന്നും പറ്റില്ല, ചെറിയ മുറികൾ. അങ്ങനെ സുഹൃത്തുക്കളെ എന്താ പറയുക, പാലക്കാട് യാത്രകൾ മനോഹരമായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ, താങ്ക് യു.